ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളായിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ ഒരു കമ്മൽ കാണാനില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴാണ് അത് മിസ്സായി പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ എൻ്റെ എല്ലാ മൂടും പോയിട്ട് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോണത് ഭീമ സിൽവേഴ്സിലേക്കാണ്. MG റോഡിലെയാണ്. ഇപ്പോൾ 2 മാസം മുമ്പ് ഞങ്ങൾക്ക് ചേട്ടന് ഒരു ലോക്കറ്റും ചെയിനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം കാരണം കറുത്തു പോയി. റോഡിയം ഫിനിഷിങ് കൂടുതലുള്ള ജ്വല്ലറിക്കൊക്കെ ഇങ്ങനെ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. അധികം റോഡിയം ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ലോക്കറ്റും ചെയിനും ആണ് എടുത്തത്. ഇനിയിപ്പോൾ ഡാമേജ് ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെ വീണ്ടും എനിക്ക് കമ്മലിൻ്റെ ഓർമ്മ വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗ്രാൻഡ് മാളിൽ പോയി. അങ്ങനെ ഞങ്ങൾ യൂബർ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെരി ക്യൂട്ട് പപ്പീനെ കണ്ടു. അപ്പോൾ ഗ്രാൻഡ് മാളിൽ എത്തിയതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോ കാർട്ടിങ്ങിന് പോകണമെന്ന്. ചേട്ടൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാട്ടോ. എനിക്ക് ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ടാണ് ഞാൻ പോയത്. എനിക്ക് കാലെത്തുമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഭാഗ്യത്തിന് അവരൊരു കുഷ്യൻ വെച്ച് തന്നു പുറകിൽ. അങ്ങനെ ലാസ്റ്റ് കാലും എത്തി. അങ്ങനെ അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞെന്ന് റെഡി ടു ഗോ. അവരപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ ക്യാപ്പ് തന്നു. അപ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ല അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അത് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അവർ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റൊക്കെ വെച്ച് റെഡിയായി. വണ്ടി എവിടേക്ക് പോകുന്നോ എങ്ങനെ ഓടിക്കണമെന്നോ ഒന്നും അറിയാതെയാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും 8 ലാപ്സിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. എൻ്റെ പുറകിലായിരുന്നു ചേട്ടൻ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലെത്തി. അങ്ങനെ 2 ലാപ്പ് കൂടുതൽ എടുത്തു ചേട്ടൻ. എനിക്ക് ഞാൻ ഓവർടേക്ക് ചെയ്യാൻ നോക്കി, പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചേട്ടൻ 8 ലാപ്സും എനിക്ക് 6 ലാപ്സും ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അവർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് കൊതി മാറാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞ് വന്നപ്പോൾ മൊത്തത്തിൽ കിളി പോയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇനിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കില്ല. അടുത്ത എനിക്ക് VR ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് പോയി. വലിയ രസം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുക അവർ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.